CVT ബൽറാം, CPI ആദ്യം മുതൽ തന്നെ അതിൽ അവർക്കതിൽ ആശയവ്യക്തതയുണ്ട്. ആശയവ്യക്തതയിൽ അവർ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്നു. ആദ്യമൊക്കെ പരിഹസിക്കാൻ നോക്കി, അവർ നിലപാട് ഘടിപ്പിച്ചു. ഏറ്റവും ഒടുവിൽ താൽക്കാലികമായെങ്കിലും ഇപ്പോൾ അതിൽ നിന്ന് പിന്മാറൽ എത്രത്തോളം പ്രാക്ടിക്കലാണ്, അതിൽ ടെക്നിക്കൽ വശമൊക്കെ നമുക്ക് പിന്നെ പരിശോധിക്കാം. പക്ഷേ താൽക്കാലികമായെങ്കിലും അത് മരവിപ്പിക്കാനുള്ള തീരുമാനം CPIയുടെ വിജയമല്ലേ? CPIക്ക് ആ മുന്നണിയിൽ അഭിമാനത്തോടെ തലയുയർത്തി നിൽക്കാമോ ബൽറാം? ഇല്ല, താങ്കൾ തന്നെ പറഞ്ഞതുപോലെ ഇതൊരു താൽക്കാലിക മരവിപ്പിക്കലാണോ അതോ ധാരണാപത്രം റദ്ദാക്കിക്കൊണ്ട് അതിൽ നിന്ന് പുറത്തു വരലാണോ എന്നുള്ളതാണ് ആദ്യം അറിയേണ്ടതായിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് അത് വിജയമാണോ, ഭാഗിക വിജയമാണോ, അതോ പരാജയമാണോ, അതോ കണ്ണിൽ പൊടിയിടലാണോ, അതോ കീഴടങ്ങലാണോ എന്നൊക്കെ നമുക്ക് വിലയിരുത്താൻ കഴിയുള്ളൂ. അപ്പൊ അതിന്റെ വിശദാംശങ്ങളാണ് ആദ്യം തന്നെ പുറത്തു വരേണ്ടത്. ഏതായാലും CPI എന്ന് പറയുന്നത് ആ മുന്നണിയിലെ പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷി എന്ന നിലയിൽ അവരോട് ഒരു വലിയ അനീതി അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. കാരണം CPIക്കും CPM-നും ഈ വിഷയത്തിൽ ഒരേ നിലപാടായിരുന്നു ഒരു ഘട്ടത്തിൽ. അതിനുശേഷം CPM മാത്രം CPIയോട് ആലോചിക്കാതെ നിലപാട് മാറ്റി രഹസ്യമായിട്ട് ഇത് ഒപ്പിട്ടു. അതിനുശേഷം ക്യാബിനറ്റ് മീറ്റിംഗുകളിൽ പോലും അത് റിവീൽ ചെയ്യുകയോ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുകയോ അത് വിശദാംശങ്ങൾ മറ്റ് മന്ത്രിമാരുമായിട്ട് പോലും പങ്കുവെക്കുകയോ ചെയ്യാതെ ഇക്കാര്യത്തിൽ ഒളിച്ചുകളി നടത്തി. അത് മുഖ്യമന്ത്രിയുടെ പ്രധാനമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്കും അമിത്ഷാ അടക്കമുള്ള മറ്റ് കേന്ദ്രമന്ത്രിമാരും BJP നേതാക്കന്മാരുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമുണ്ടായ ഒരു സംഭവം കൂടിയാണ് എന്നുള്ളത് ഒക്കെയാണ്. ഇതൊക്കെ ചേർത്ത് വായിക്കുമ്പോഴാണ് ഇക്കാര്യത്തിൽ വലിയൊരു അട്ടിമറി നടന്നിട്ടുണ്ട്, വലിയൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. അല്ല ബൽറാം, ഗൂഢാലോചന എന്ന് പറയുന്നത് CPI തന്നെയാണ്. ഇപ്പൊ നിങ്ങൾ മാത്രം പറയുന്നത് CPM പറയുന്നുണ്ട്. ശരി, എന്തോ ദുരൂഹമായ കാരണങ്ങൾ കൊണ്ട് ഒരു ടോട്ടൽ പൊളിറ്റിക്കൽ കമത്തിയടി ഉണ്ടായെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ദുരൂഹമാണ് എന്താ കാരണം എന്നുള്ള കാര്യം. പക്ഷേ ഒരു പിഴവുണ്ടായെങ്കിൽ തിരുത്താനുള്ള ഒരു പൊളിറ്റിക്കൽ മെക്കാനിസം LDF-നുണ്ട്. അത് CPI വളരെ ഭംഗിയായി നിറവേറി കാണിക്കുന്നു കേരളത്തെ, അല്ലേ? അതിനെക്കുറിച്ചാണ് ഇപ്പൊ ഹാഷ്മിക്കും എനിക്കും അക്കാര്യത്തിൽ ശുഭാപ്തി വിശ്വാസം ഉണ്ടാവുന്നത് നല്ലത് തന്നെയാണ്. അങ്ങനെ ഒരു തിരുത്തൽ ഉണ്ടാവട്ടെ എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ തിരുത്തും എന്നുള്ളത് ഹാഷ്മിക്ക് വളരെ അസർട്ട് ചെയ്ത് പറയാൻ സാധിക്കുമോ? CPIക്ക് പറയാൻ സാധിക്കുമോ? അതോ ഇതൊരു കണ്ണിൽ പൊടിയിടൽ മാത്രമാണോ? ഇപ്പൊ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ്, അത് തൽക്കാലത്തേക്ക് ഇതങ്ങ് മാറ്റിവെക്കാം, അല്ലെങ്കിൽ ഇത് തൽക്കാലത്തേക്ക് നമ്മൾ ഇപ്പം മറ്റൊരു ചാനലിൽ കേട്ട ഒരു വാർത്ത പ്രകാരം ഇതിൽ കേന്ദ്ര സർക്കാരിന്റെ നിബന്ധനകളിൽ കുറച്ച് ഇളവ് വരുത്തണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ടൊരു കത്ത് അയക്കാം, അതോടുകൂടി പ്രശ്നം സെറ്റിൽ ചെയ്യണം. ആ കത്ത് അയക്കുന്നതാണോ ഈ പറയുന്ന തീരുമാനം? അതോ അതിന്റെ കത്തിന്റെ മേൽ അവരിൽ നിന്ന് ഒരു ഉറപ്പ് വാങ്ങുന്നത് വരെ ഈ പ്രശ്നം നിലനിൽക്കുമോ? ഇതൊക്കെ അറിയേണ്ടതായിട്ടുണ്ടല്ലോ. അപ്പൊ ഞാനും നിങ്ങളെപ്പോലെ ശുഭാപ്തി വിശ്വാസക്കാരനാണ്. CPM-ഉം CPI-യും അടിച്ചു പിരിയണം എന്ന് ആഗ്രഹിക്കുന്ന ആളൊന്നുമല്ല. പക്ഷെ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് അവരോടൊരു അനീതി പ്രവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു ക്യാബിനറ്റിന്റെ കൂട്ടുത്തരവാദിത്തം എന്ന് പറയുന്ന ഒരു ആശയം ലംഘിക്കപ്പെട്ടിട്ടുണ്ട്. സാമാന്യമായിട്ടുള്ള മുന്നണി മര്യാദ അക്കാര്യത്തിൽ ലംഘിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ഏതളവ് വരെയാണ് അതിന് പരിഹാരം കാണാൻ സാധിക്കുക എന്നുള്ളത് അവരുടെ ഹെഡേക്കാണ്. ഏതായാലും ഈ വിഷയത്തിൽ ഈ PM-ശ്രീ പദ്ധതി നടപ്പാക്കുന്ന ഒരു നിലപാടിൽ നിന്ന് ഗവൺമെന്റ് പിന്തിരിയുമോ എന്നുള്ളതാണ്. CPM-ഉം CPI-യും തമ്മിലുള്ള ഒരു തർക്കം എന്നതിനപ്പുറത്ത് ഇത് നടപ്പാക്കപ്പെടുമോ കേരളത്തിൽ എന്നതിനെ കുറിച്ചുള്ള ഒരു ഗവൺമെന്റ് തല ക്ലാരിഫിക്കേഷനാണ് ഇക്കാര്യത്തിൽ വേണ്ടത്. അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നമുക്ക് പറയാൻ സാധിക്കുക CPI-യുടെ സമ്മർദ്ദം വിജയിച്ചുവോ ഇല്ലയോ എന്നുള്ളത്. ഓക്കെ, നമുക്കൊന്ന് കാത്തിരുന്ന് കാണാം. ത്വരിതവേഗത്തിൽ മുന്നോട്ടേ കാണാം, അതോ ഒരു മെല്ലപ്പോക്ക്, ഒരു മൃദു സമീപനമാണോ അക്കാര്യത്തിൽ ഉണ്ടാവുക, അതോ റദ്ദാക്കുക പോലുള്ള കടുത്ത നടപടിയിലേക്ക് സർക്കാർ കടക്കുമോ എന്നുകൂടി ശ്രദ്ധേയമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.